எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ആശാനുക്ക് വണക്കം, 18 സിദ്ധர்களுக்கு വണക്കം. ഇന്ന് പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു. വളരെ സന്തോഷം. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ വളരെയധികം അപകടകരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കുമായി നമ്മളിത് പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്ത് പകർന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ കഴിഞ്ഞ ഒരു ചില വർഷങ്ങളായി വളരെയധികം ആരും പുറത്ത് പറയാത്ത ഒരു വിഷയം കൂടി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ചില കാലയളവിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് PCOD എന്ന് പറയുന്ന അസുഖമാണ്. അതായത് ഗർഭാശയ മുഴ അഥവാ ക്യാൻസർ. അപ്പോൾ ഇത് ദിനം പ്രതി വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുരിക്കുംപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അതിനുള്ള ശാശ്വതമായ തീർവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇല്ലാതെ ആണ് നമ്മൾ അത് ഹെർബൽ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിൻ്റെ ചികിത്സാ രീതി പാരമ്പര്യമായി നമ്മൾ ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ അങ്ങനെയുള്ള ഒന്നും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 15 വയസ്സ് കഴിയുന്ന പെൺകുട്ടികൾക്കാണ് ഇത് വളരെയധികം ഇത് കൂടുന്നതായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 30 വയസ്സ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരു 30 വയസ്സിനുള്ളിൽ തന്നെ അവർക്ക് ഗർഭാശയ മുഴയുടെ ആരംഭം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. വില കുറഞ്ഞ ഇത് ഉണ്ടാകുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് വില കുറഞ്ഞ പാഡുകൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായ പല കാരണങ്ങളിൽ ഏറ്റവും മുഖ്യ കാരണമായിട്ട് പറയാൻ പറ്റുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവെ സ്ത്രീകളുടെ ശരീരം ഒന്ന് ചുരുക്കി പറയാം. പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളുടെ ശരീരം വളരെയധികം ചൂട് കൂടുതൽ ഉള്ള ഒരു ശാരീരിക അവസ്ഥയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതായത് മെനോപാസ് പോലുള്ള സംഗതികൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സിസ്റ്റം അവർക്ക് ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും അപ്പോൾ ഈ ചൂട് കൂടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വില കുറഞ്ഞ പാഡ് ഉപയോഗിക്കുമ്പോൾ, മെനോപാസ് സമയങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അത് ഡബിൾ ചൂടായിട്ട് മാറുകയും അതിൽ കൂടെ കുരുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ പഠന റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാഡുകൾ സ്ത്രീകൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ PCOD എത്ര വലിയ PCOD ആണെങ്കിൽ പോലും നമുക്ക് വളരെ എളിമയായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ മരുന്ന് കഴിക്കുന്നതിൽ കൂടി തന്നെ, പച്ചമരുന്ന് കഴിക്കുന്നതിൽ കൂടി തന്നെ ആയുർവേദ പ്രകാരം നമ്മൾ പച്ചമരുന്നുകൾ കഴിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഇത് പരിപൂർണമായിട്ടും മാറ്റാൻ പറ്റും എന്നുള്ളത് അസന്നിഗ്ധമായി ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ക്ലിനിക്കിൻ്റെ നമ്പർ ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അറിയേണ്ടുന്നവർ ആ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ശാരീരികമായിട്ട് വേദനകൾ പല സ്ഥലങ്ങളിൽ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് ഒരു പൊടിക്കൈ ആണ് ഞാൻ പറയാൻ പോകുന്നത്. മർമ്മ സംബന്ധപ്പെട്ട ചില സംഗതികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദന, ശരീരത്തിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വേദന നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആദ്യമായിട്ട് എൻ്റെ കൈ എടുക്കുക. 2 കൈയിലും ചെയ്യാം. ഈ കൈ ഇങ്ങനെ എടുത്ത് ഈ ചൂണ്ടുവിരലും നടുവിരലും മടക്കുക. മടക്കിയിട്ട് ഈ തള്ളവിരൽ അതിൻ്റെ മുകളിൽ പിടിക്കുക. ഇതാണ് മുദ്ര. ഇതിന് വായു ശൂന്യ മുദ്ര എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ മുട്ടിന്റെ മുകളിൽ 2 കൈയിലും മുട്ടിന്റെ മുകളിൽ ഉള്ളം കൈ മേൽപോട്ട് നോക്കി ഇരിക്കത്തക്ക രീതിയിൽ അത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വേദന പതുക്കെ കുറയുന്നതായിട്ട് കാണാം. വളരെയധികം നല്ല ഒരു റിസൾട്ട് ഞാൻ ചെയ്തു നോക്കി. അതുകൊണ്ടാണ് എനിക്ക് ചെയ്ത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയുള്ളൂ. അപ്പോൾ എൻ്റെ പേഷ്യൻസ് ആയ ഒരു 3-4 പേർക്ക് ഞാൻ കൊടുത്തു. അവരും അതുപോലെ തന്നെ ചെയ്തു. വളരെയധികം നല്ല റിസൾട്ടാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു വിഷയം, ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം വേദന എടുക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നിസ്സാരമായിട്ട് ഉപ്പൂറ്റി വേദന, അല്ലെങ്കിൽ ഈ കൈയുടെ ഈ ഭാഗത്ത് ഒരു സർക്കിളിൽ മാത്രം നമുക്കൊരു വേദന ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ കൈ വിരലുകളുടെ അറ്റം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എവിടെയാണോ, നെഞ്ചിന്റെ ഭാഗത്താണോ, അല്ലെങ്കിൽ പെടലിയാണോ, അല്ലെങ്കിൽ കൈമുട്ടാണോ, കാൽമുട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റി ഭാഗങ്ങളിലാണോ എന്നുള്ളത്, അവിടെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ വിരലിന്റെ അറ്റം ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിട്ട് ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഏറിയാൽ ഒരു 10 മിനിറ്റ് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ടച്ച് ചെയ്ത് പിടിക്കണം. പിടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. വളരെ സ്മൂത്തായിട്ട് ആ വേദന പടിപ്പടിയായിട്ട് കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത വീഡിയോയിൽ രഹസ്യമായി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു വിഷയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുദ്രാസ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ PCODയുടെ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമായി ഇത് പകർന്നു കൊടുക്കുക. അതേപോലെ ഇത് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. മിക്കവർക്കും ഒരു പരാതിയുണ്ട്, ഞാൻ ഫോൺ ചെയ്താൽ എടുക്കില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. വിഷമിക്കേണ്ട. ഞാൻ ആവർത്തിച്ച് വീണ്ടും ഞാൻ പറയുന്നുണ്ട്. പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് സംശയമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് എൻ്റെ നമ്പറുകളിൽ വാട്സപ്പ് ഉള്ളതാണ്. ആ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ എഴുതി ചോദിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എൻ്റെ സമയം അനുസരിച്ചിട്ട്, ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.